നമസ്കാരം. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ചാപ്റ്റർ 1ൻ്റെ പേജ് നമ്പർ 18ലെ ക്വസ്റ്റ്യൻ 5 ആണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ 5ലേക്ക് കടന്നാലോ? ക്വസ്റ്റ്യൻ വായിക്കാം. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the distance traveled in time t seconds is ut plus half at square. The distance traveled in 2 seconds is 10 meter and the distance traveled in 4 seconds is 28 meter. What was the starting speed? What is the rate at which speed is increasing? അപ്പോൾ ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫിസിക്സ് പാർട്ട് ഒന്നും നോക്കണ്ട, നിങ്ങൾ അത് നോക്കിയിട്ട് വിഷമിക്കേണ്ട. നമ്മൾ മാത്സിലെ പാർട്ട് മാത്രം എടുത്താൽ മതി. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ടൈം ടി അത് മാത്രം നോക്കിയാൽ മതി. ഡിസ്റ്റൻസ് ട്രാവൽഡിന് നമ്മൾ എസ് എന്നാണ് കൊടുക്കാൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുക്കാം. എസ് ഈസ് ഈക്വൽ ടു ഇത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. അപ്പൊ ഇതില് എസ് ഡിസ്റ്റൻസ് ട്രാവലിന്റെ സ്ഥലത്താണ് നമ്മൾ എസ് പുട്ട് ചെയ്യേണ്ടത്. യു ആണ് അവർ ചോദിച്ചിരിക്കുന്ന സ്റ്റാർട്ടിംഗ് സ്പീഡ്. ടി ടൈം ആണ് നമുക്കറിയാം. പിന്നെ എ റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഇൻക്രീസിങ് ആക്സിലറേഷൻ എ. അപ്പൊ ഇത്രയും നോക്കിയാൽ മതി. ഇതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ വാല്യൂ പുട്ട് ചെയ്യേ വേണ്ടു. അപ്പൊ ആദ്യം തന്നിട്ടുണ്ട് എസ് 10 മീറ്റർ ആണ്. ടി 2 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ ഈ ടിയിലും 2 കൊടുക്കുക. സ്ക്വയർ ആകുമ്പോൾ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. യു അങ്ങനെ ഇരിക്കട്ടെ, എ അങ്ങനെ ഇരിക്കട്ടെ. രണ്ടാമത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത് എസ് 28 ഡിസ്റ്റൻസ് ട്രാവൽഡ് 28 ആണ്. ടൈം 4 സെക്കൻഡ് ആകുമ്പോൾ ഇവിടെയും 4 ഇട്ട് കൊടുക്കുക. യുവും എയും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ എക്സ് വൈ വേരിയബിളിന് പകരം യുവും എയും ആണെന്നുള്ള ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നമുക്കത് ചെയ്തു നോക്കാം. ഡിസ്റ്റൻസ് 10 ആണ്. ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ അപ്പോൾ യു അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ടൈമിന്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക. ഹാഫ് ഇൻറ്റു എയുടെ സ്ഥാനത്ത് എ തന്നെ ഇരിക്കട്ടെ. ടി സ്ക്വയർ എന്ന് പറഞ്ഞാലോ 2 പ്രാവശ്യം 2 ഇട്ട് കൊടുക്കുക. ഇനി ഈ 2ഉം ഈ 2ഉം കട്ട് ചെയ്തു. ബാക്കി എന്ത് കിട്ടി? 2u ഇൻറ്റു 2 2u എന്ന് എടുക്കുക. പ്ലസ് എ ഇൻറ്റു 2 അഗെയിൻ 2a എന്ന് എടുക്കുക. അപ്പോൾ വേരിയബിൾസ് നമ്മൾ ഈ സ്ഥലത്ത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നാൽ ഇതിന് 2u പ്ലസ് 2a is equal to 10 കിട്ടി. ഇതിന് നമ്മൾ എന്ത് കൊടുക്കാം? ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി എസ് 28 ഇട്ട് കൊടുത്താലോ? 28 ഡിസ്റ്റൻസ് ട്രാവൽഡ് 28 ആണ്. ടൈം 4 സെക്കൻഡ് ആകുമ്പോൾ യു അങ്ങനെ തന്നെ ഇരിക്കും. ടൈം എത്രയാ? 4 ഇട്ട് കൊടുക്കുക. പ്ലസ് ഹാഫ് ഇൻറ്റു എ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ടി 4 ഇട്ട് കൊടുക്കുക. ടി സ്ക്വയർ പറഞ്ഞാൽ 4 ഇൻറ്റു 4. അപ്പോൾ ഈ 2ഉം 4ഉം കട്ട് ചെയ്ത് ബാക്കി ഇവിടെ 2a ഉള്ളൂ. അപ്പോൾ എന്ത് വന്നു? യു ഇൻറ്റു 4 4u പ്ലസ് എ ഇൻറ്റു 2 ഇൻറ്റു 4 8a. വേരിയബിൾസിനെ ഈ സൈഡിൽ കൊണ്ടുവരാം. 4u പ്ലസ് 8a ഈക്വൽ ടു 28. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ൽ നിന്ന് നമുക്ക് യുവും എയും കിട്ടും. അപ്പം നമുക്ക് ഇവിടെ 2u ആണ്, ഇവിടെ 4u ആണ്. ഒന്നും സെയിം അല്ല. ഇവിടെ 2a ആണ്, ഇവിടെ 8a ആണ്. രണ്ടും നമുക്ക് സെയിം ആക്കേണ്ട രീതിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് എങ്ങനെ സെയിം ആക്കാം? 2uവിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4u ആവില്ലേ? അപ്പൊ അങ്ങനെ ചെയ്തു നോക്കാം. 2u ഇൻറ്റു 2 അങ്ങനെ ചെയ്താൽ നമുക്ക് അതേ ഇക്വേഷൻ തന്നെ മോഡിഫൈ ആയിട്ട് കിട്ടും. 2u ഇൻറ്റു 2 എത്രയാ? ഇക്വേഷൻ 1 ഇൻറ്റു 2 2u ഇൻറ്റു 2 4u പ്ലസ് 2a ഇൻറ്റു 2 4a ഈക്വൽ ടു 10 ഇൻറ്റു 2 20. ഇക്വേഷൻ 3. 1 തന്നെ മോഡിഫൈ ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 3 കിട്ടി. ഇനി നമുക്കറിയാം 4u രണ്ടിടത്തുണ്ട്. 8a 4a 28 20. ഇനി നമുക്ക് കുറയ്ക്കാമല്ലോ. 4u എന്ന് 4u കുറയ്ക്കാം. അപ്പോൾ 2 മൈനസ് 3 വേണം ചെയ്യാനായിട്ട്. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 3 4u മൈനസ് 4u 0 പ്ലസ് 8a മൈനസ് 4a 4a ഈക്വൽ ടു 28 മൈനസ് 28. 4 ഇൻറ്റു എ ആണ് 8. അപ്പോൾ എ എത്ര കിട്ടി? 8 ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഇക്വേഷനിൽ വാല്യൂ പുട്ട് ചെയ്യേ വേണ്ടു. എയുടെ വാല്യൂ നമുക്ക് പുട്ട് ചെയ്ത് കൊടുക്കാം. എ നമുക്ക് കിട്ടി. എ എത്ര കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി.
അപ്പോൾ ഇക്വേഷൻ ഇക്വേഷൻ പുട്ടിങ് എ ഈസ് ഈക്വൽ ടു 2 meter per second square ഓൺ ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കാം 2u അതായത് 2u അങ്ങനെ തന്നെ ഇരിക്കട്ടെ പ്ലസ് 2 into a 2 into എയുടെ സ്ഥാനത്ത് എന്തിടാം 2 ഇടാം ഈക്വൽ ടു 10. അപ്പൊ എന്ത് കിട്ടി 2u plus 4 is equal to 10. 2u equal to 10 minus 4 that is 6. അപ്പൊ 2 into u ആണ് 6. അപ്പൊ u എത്രയാ 6 divided by 2 that is 3 meter per second. അപ്പൊ സ്റ്റാർട്ടിംഗ് സ്പീഡ് കിട്ടി 3 meter per second, ആക്സിലറേഷൻ കിട്ടി 2 meter per second square. ആൻസർ കിട്ടി. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം ശരിയാണോ നോക്കണ്ടേ. ഇതിൽ പുട്ട് ചെയ്ത് നോക്കാം 2u plus 2a എത്രയാണ് 2. ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുക ആൻസർ ശരിയാണോ നോക്കാം. അതായത് 2 into നമുക്ക് കിട്ടിയ u ഇടാം u3 അല്ലേ 2 into 3 plus 2 into a അതായത് 2 into 2 equal to 2 3s are 6 plus 4 ശരിയാണ് 10 ആണ്. ക്വസ്റ്റ്യൻ 7 വായിക്കാം. 11 added to a number gives twice another number. 20 added to the second number gives twice the first number. What are the numbers? വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ 7. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 11 ആഡഡ് നമുക്കറിയാം ആഡഡിന്റെ സൈൻ പ്ലസ് ആണ്. ടു എ നമ്പറിന്റെ സ്ഥാനത്ത് നമുക്ക് എക്സ് എടുക്കാം. ആദ്യത്തെ നമ്പർ എക്സ് കൊടുക്കാം. ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ അതായത് മറ്റേ നമ്പർ രണ്ട് നമ്പർ സാധാരണ നമ്മൾ എക്സും വൈ ആണ് കൊടുക്കാറ്. അനദർ നമ്പർ വൈ എന്ന് കൊടുക്കാം അതായത് 2y. ഇനി നമ്മൾ എക്സ് ഒരേ സൈഡിലാക്കാം. എക്സ് ആദ്യം എടുക്കാം. ഈ 2y RHS ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ -2y ആയി. +11 ഇതേ സൈഡിൽ തന്നെ ഇരുന്നോട്ടെ കൺഫ്യൂസ് ആവണ്ട. +11 അപ്പോൾ ഇതിന്റെ സൈനും വ്യത്യാസമില്ല. എക്സും +11 ഈ 2y -2y ആയി ഈക്വൽ ടു 0. ഇക്വേഷൻ 1 കിട്ടും. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. 20 ആഡഡ് ടു എ നമ്പർ 20 ആഡഡ് ടു അനദർ നമ്പർ നമ്മൾ കൊടുത്തത് y ആണ്. y കൊടുത്തു ഈസ് ഈക്വൽ ടു ട്വൈസ് ഫസ്റ്റ് നമ്പർ അതായത് 2 into x ആണ് ഫസ്റ്റ് നമ്പർ ആയിട്ട് കൊടുത്തത്. ഇതേപോലെ തന്നെ ചേഞ്ച് ആക്കാം. 2x RHS ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത് -2x ആവും. 20യുടെ സൈൻ മാറ്റേണ്ട വൈയുടെ സൈൻ മാറ്റേണ്ട അത് LHS തന്നെയാണ്. +y +20 ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ 2. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇവിടെ x ആണ് ഇവിടെ -2x ആണ്. 2y y ഒന്നും സെയിം അല്ല. നമുക്ക് ഇതിനെ ചേഞ്ച് ആക്കാം. ഈ എക്സിനെ 2 കൊണ്ട് 2x ആക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 1നെ എന്ത് ചെയ്യണം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 2 ദാറ്റ് ഈസ് x into 2 2x ആയി. -2 into 2 -4y ആയി. +11 into 2 22 ആയി ഈക്വൽ ടു 0 into 2 0. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷനും കിട്ടി. അപ്പൊ ഇനി നോക്കൂ -2x + 2x എന്ത് ചെയ്താലാണ് x പോവുക പ്ലസ് ചെയ്യുമ്പോൾ അല്ലെ. അപ്പൊ നമുക്ക് 2ഉം 3ഉം പ്ലസ് ചെയ്യാം. 2 + 3 അപ്പോൾ ഇവിടെ 0 വന്നു. ആദ്യത്തെ ടേം 0 ആയി. -4y + 1 എന്തായിരിക്കും -4 + 1 നമുക്കറിയാം -3y. -4 + 1 -3y +22 + 20 എത്രയാണ് 42 ഈക്വൽ ടു 0. അപ്പോൾ -3y ഈസ് ഈക്വൽ ടു ഈ 42നെ നമുക്ക് ഈ സൈഡിൽ RHSലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് -42 ആയി. y ഈസ് ഈക്വൽ ടു -42 / -3 എത്രയാണ് മൈനസ് കട്ടായി പോവും. 42 ഡിവൈഡ് ബൈ 3 എത്രയാണ് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1 3s are 3 12 4 3s are 12 14. ആൻസർ y ആൻസർ 14 കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ആദ്യത്തെ ഇക്വേഷൻ തന്നെ ഇരുന്നോട്ടെ. 11 + x അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈക്വൽ ടു 2 into 14. 2 into 14 നമുക്കറിയാം 28. അപ്പോൾ എന്ത് കിട്ടി 11 + x 28. അപ്പോൾ എന്ത് 11 + x 28 ആണെങ്കിൽ x എത്രയാണ് 28 - 11 എത്രയാണ് 28 - 11 17. അപ്പോൾ ഇക്വേഷൻ x 17 ആണ് y 14 ആണ്. 11 ആഡഡ് ടു എ നമ്പർ അതായത് 11 ആഡഡ് ടു x നമുക്ക് കിട്ടിയത് എത്രയാണ് 17.
അതാണ് നമ്പർ. ഈക്വൽ ടു ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. 2 ഇൻറ്റു അനദർ നമ്പർ ഏതാ നമുക്ക് കിട്ടിയത്? y 40. 2 ഇൻറ്റു 40 ശരിയാണല്ലോ. 11 + 17 28 ഈക്വൽ ടു 28. ചെക്കിങ് ശരിയായി. നെക്സ്റ്റ് 20 ആഡഡ് ടു സെക്കൻഡ് നമ്പർ, അതായത് 20 ആഡഡ് ടു y, സെക്കൻഡ് നമ്പർ 14 അല്ലേ, 14 ഈസ് ഈക്വൽ ടു ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ, അതായത് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എക്സ് എത്രയാണ് കിട്ടിയത്? 17. 20 + 14 34 ഈക്വൽ ടു 2 ഇൻറ്റു 17 34. അപ്പം നമ്മുടെ ആൻസർ ശരിയാണ്. ഫസ്റ്റ് നമ്പർ 17, സെക്കൻഡ് നമ്പർ 14. അങ്ങനെ ക്വസ്റ്റ്യൻ 7 കഴിഞ്ഞു. ചാപ്റ്റർ 1 കഴിഞ്ഞിരിക്കുന്നു. ഇനി ചാപ്റ്റർ 2 നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തേണ്ടതുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.